Hello learners, I Plus Training Solutions in the UGC Net Management June 2025 Question Discussion Series in the Part 5 like ഏവർക്കും സ്വാഗതം. അടുത്ത സെറ്റ് ഓഫ് 10 questions ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ക്ലാസ്സിലോട്ട് പോവാം. Here is the first question. Type 2 error occurs when നമ്മുടെ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗിന്റെ സമയത്ത് വരാൻ സാധ്യതയുള്ള രണ്ട് ടൈപ്പ് ഓഫ് എറർ ആണ് ടൈപ്പ് 1ഉം ടൈപ്പ് 2 എററും. നമ്മുടെ പേപ്പർ 1ലും പേപ്പർ 2ലും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റ് ചെയ്തിട്ടൊക്കെ പേപ്പർ 2വിനകത്ത് വരുന്നുണ്ട്. പേപ്പർ 1ൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇതിന്റെ ഇമ്പോർട്ടൻസ് ഞാനിനി പറയേണ്ട ആവശ്യമില്ല. റിസർച്ചിനകത്ത് വളരെയധികം തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പേപ്പർ 2ലും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. സോ എന്താണ് ടൈപ്പ് 2 എറർ? ടൈപ്പ് 1 എററും ടൈപ്പ് 2 എററും ഉണ്ട്. അതിൽ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. And നമ്മുടെ ആൻസർ ഇതാണ്. when null hypothesis is false and it is accepted. ഫാൾസ് ആയിട്ടുള്ള നൾ ഹൈപ്പോത്തിസിസിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് ടൈപ്പ് 2 എറർ ഒക്യൂർ ആകുന്നത്. അപ്പൊ ടൈപ്പ് 1 എററോ നോക്കാം. നമുക്ക് ഹൈപ്പോത്തിസിസ് ഫോം ചെയ്യുന്ന സമയത്ത് രണ്ട് ടൈപ്പ് ഓഫ് ഹൈപ്പോത്തിസിസ് ആണ് അവിടെ വരുന്നത് അല്ലേ. നൾ ഹൈപ്പോത്തിസിസ് ഉണ്ട്, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുവാണ് പ്രൈസിൽ ക്വാണ്ടിറ്റി ഡിമാൻഡിനകത്ത് അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നതിന് ഒരു റോളും ഇല്ല എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ അതൊരു നൾ ഹൈപ്പോത്തിസിസ് ആണ്. ഇനി നേരെ തിരിച്ച് പ്രൈസ് ക്വാണ്ടിറ്റി ഡിമാൻഡ് അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റീനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ അതിനൊരു റോൾ ഉണ്ട് എന്നൊക്കെ പറയുവാണെന്നുണ്ടെങ്കിൽ, സിമ്പിൾ എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ അതൊരു ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ആണ്. ഇനി നോർമലി നൾ ഹൈപ്പോത്തിസിസ് ട്രൂ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ട്രൂ ആയിട്ടുള്ള നൾ ഹൈപ്പോത്തിസിസ് അക്സെപ്റ്റ് ചെയ്യണം അല്ലേ. അപ്പൊ നമ്മൾ റിസർച്ചിൽ ഈ യൂഷ്വലി നൾ ഹൈപ്പോത്തിസിസ് എന്താണ് അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് ഫെയിൽ ടു റിജക്ട് അല്ലെങ്കിൽ നോട്ട് റിജക്റ്റഡ് എന്നുള്ളൊരു വേർഡ് കൊണ്ടാണ് നമ്മളത് പറയുന്നത്. നോർമലി നൾ ഹൈപ്പോത്തിസിസ് അക്സെപ്റ്റ് ചെയ്തു എന്ന് നമ്മൾ അധികം അങ്ങോട്ട് യൂസ് ചെയ്യാറില്ല. ഫെയിൽസ് ടു റിജക്ട് എന്നൊരു ടേം ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ അക്സെപ്റ്റ് ആ ഒരു ടെക്നിക്കൽ ടേംസ് ഒക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് അക്സെപ്റ്റ് റിജക്ട് അങ്ങനെ തന്നെ പഠിക്കാം. അപ്പൊ നൾ ഹൈപ്പോത്തിസിസ് ട്രൂ ആണ് എന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അക്സെപ്റ്റ് ചെയ്യണം. അതൊരു കറക്റ്റ് ഡിസിഷൻ ആണ് അല്ലേ. അപ്പൊ ആ ഒരു ബ്ലൂ കളറിൽ കിടക്കുന്നുണ്ടോ, കറക്റ്റ് ഡിസിഷൻ ആണ്. അതൊരു ട്രൂ നെഗറ്റീവ് ആണ്, പ്രോബബിലിറ്റി 1 മൈനസ് ആൽഫ അങ്ങനെ കിട്ടുന്നു. അതും കൂടെ ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ കറക്റ്റ് ഡിസിഷൻ ആണ്, ട്രൂ ആണെന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഇനി ഫോൾസ് ആണെന്നുണ്ടെങ്കിലോ റിജക്ട് ചെയ്യണം അല്ലേ. ഇത് രണ്ടും ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ ശരിയാണെങ്കിൽ ട്രൂ ഹൈപ്പോത്തിസിസ് ആണെങ്കിൽ എന്ത് ചെയ്യണം, ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ അത് നമുക്ക് ഇതിന്റെ ടേബിളിന്റെ ഹെൽപ്പോട് കൂടി നമുക്ക് തന്നെ മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ട്രൂ ആണെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു, ഫോൾസ് ആണെങ്കിൽ റിജക്ട് ചെയ്യുന്നു. ഇനി ഫസ്റ്റ് റോയിൽ ട്രൂ ആയിട്ടുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അങ്ങനെ ചെയ്തില്ല. ഇപ്പൊ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. നമ്മൾ റിജക്ട് ചെയ്തു. ട്രൂ ആയിട്ടുള്ള ഒരു ഹൈപ്പോത്തിസിസിനെ നമ്മൾ റിജക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ there occurs type 1 error. കണ്ടോ? അപ്പൊ ട്രൂ ആയിട്ടുള്ള നൾ ഹൈപ്പോത്തിസിസിനെ നമ്മൾ റിജക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് ടൈപ്പ് 1 എറർ ആണ്. ഇനി നേരെ ഓപ്പോസിറ്റ് ഫോൾസ് ആയിട്ടുള്ളതിനെ അക്സെപ്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് ടൈപ്പ് 2 എററുമാണ്. മനസ്സിലായോ? ഈ ഒരു ടേബിളിൽ നിന്ന് നമുക്ക് തന്നെ ലോജിക്കലി തിങ്ക് ചെയ്ത് വരച്ചെടുക്കാവുന്നതാണ്. നൾ ഹൈപ്പോത്തിസിസ് ട്രൂ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, ശരിയായിട്ടുള്ള ഡിസിഷൻ ആണ്. നൾ ഹൈപ്പോത്തിസിസ് ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റിജക്ട് ചെയ്യണം. ഇനി ഇതേപോലെ ഇതേ ഓർഡറിൽ നമ്മൾ തിരിച്ചു ഓർത്ത് വെക്കുക. തെറ്റായിട്ടുള്ളതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അതേപോലെ ശരിയായിട്ടുള്ളതിനെ റിജക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? അത് ടേബിളിൽ നിന്ന് തന്നെ മനസ്സിലാക്കുമല്ലോ. ടു അല്ല, ട്രൂ, റിജക്റ്റഡ് ടൈപ്പ് 1, ഫോൾസ്, നോട്ട് റിജക്റ്റഡ് അല്ലെങ്കിൽ അക്സെപ്റ്റഡ് ടൈപ്പ് 2 എറർ. ഓർത്ത് വെക്കാൻ പറ്റുമല്ലോ. സിമ്പിൾ അല്ലേ, നമുക്ക് തന്നെ വരയ്ക്കാൻ പറ്റും. ഇത് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്, ഇത് ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം തമ്മിൽ തിരിഞ്ഞു പോകുന്നു എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു ടേബിൾ ഓർത്ത് വെക്കുവാണോ അല്ലെങ്കിൽ നമുക്ക് തന്നെ വരയ്ക്കാൻ സ്വന്തമായിട്ട് പഠിക്കുവാണെന്നുണ്ടെങ്കിൽ സിംപ്ലി നമുക്ക് ആ ഒരു എക്സാം ഹാളിൽ ഇരുന്ന് തന്നെ വരച്ച് നോക്കാനായിട്ട് പറ്റും. രണ്ടെണ്ണം മാത്രം നമ്മൾ പഠിച്ചു വെക്കേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. കാരണം ഇത് ആ ഓർഡറിൽ തന്നെയാണ് ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം വരുന്നത്. അപ്പൊ സിംപ്ലി നമുക്ക് അവിടെ നിന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is not the type of startup firms? സ്റ്റാർട്ടപ്പ് ഫേംസ് നമ്മുടെ ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ജനറൽ ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിനകത്ത് ഇൻഡെപ്ത് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം സ്റ്റാർട്ടപ്പ് ഫേംസിന്റെ ഒരു എക്സാമ്പിൾ അല്ല ടൈപ്പ് അല്ലാത്തത് ഏത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മുടെ ഓപ്ഷൻസ് ഇതൊക്കെയാണ്: സാലറി സബ്സ്റ്റിറ്റ്യൂട്ട് ഫേംസ്, ലൈഫ് സ്റ്റൈൽ ഫേംസ്, ഓൺടർപ്രണോറിയൽ ഫേംസ് ആൻഡ് ഓർഡിനൻസ് ഫേംസ്. ഇതൊരു വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിൽ വരുമല്ലേ. ഓൺടർപ്രണോറിയൽ ഫേംസ് എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു സ്റ്റാർട്ടപ്പ് റിലേറ്റഡ് ആണ്. ലൈഫ് സ്റ്റൈലും സാലറി സബ്സ്റ്റിറ്റ്യൂട്ടും സ്റ്റാർട്ടപ്പ് ഫേംസിന്റെ എക്സാമ്പിൾ അല്ലെങ്കിൽ അതിന്റെ ടൈപ്സ് ആണ്. ഓർഡിനൻസ് ഫേംസ് മാത്രമാണ് സ്റ്റാർട്ടപ്പ് ഫേംസിന്റെ ഒരു ടൈപ്പ് ആയിട്ട് വരാത്തത്.
Okay, common types of startup firms include salary substitute firms, provide income similar to what the owner would earn in the traditional job like dry cleaners, convenience stores പോലുള്ള കാര്യങ്ങൾ. അതായത് ട്രഡീഷണൽ ജോബ് അവർ ട്രഡീഷണലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി കാണും, കുഞ്ഞു കുഞ്ഞു ജോലിക്കാരില്ലേ, ഇപ്പോൾ ഈ ഡ്രൈ ക്ലീൻ ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പലചരക്ക് കട, ഗ്രോസറി സ്റ്റോക്ക്, അങ്ങനെയൊക്കെ ഗ്രോസറി സ്റ്റോർ ഒക്കെ ഇട്ടിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ അതിന്റെ ഓണേഴ്സ് ആണ്. അവർക്ക് കൺവെൻഷനലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഫേംസ്, സ്റ്റാർട്ടപ്പ് ഫേംസ് ആണ് സാലറി സബ്സ്റ്റിറ്റ്യൂട്ട് ഫേംസ്. നമ്മുടെ എന്താണ് ഇപ്പൊ സ്ഥിരമായിട്ട് ഒരു ബേക്കറിയിൽ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ഒരാള്, അയാൾക്ക് ആ ജോലി കറക്റ്റ് അറിയാം, ബേക്കിംഗ് കാര്യങ്ങളൊക്കെ അറിയാം, സ്വന്തമായിട്ട് ഒരു കുഞ്ഞ് ഷോപ്പ് തുടങ്ങുവാണ്, ദാറ്റ് ഈസ് സാലറി സബ്സ്റ്റിറ്റ്യൂട്ട് ഫേം. സാലറിയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഫേംസ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഫേംസ്. Then lifestyle firms provide income and allow the owner to pursue a particular lifestyle. Example, adventure travel guides, yoga instructors. ഒരു പ്രത്യേക ലൈഫ് സ്റ്റൈൽ പിന്തുടരാൻ വേണ്ടിയിട്ട് ഒരാളെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അനുവദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സ്റ്റാർട്ടപ്പ് ഫേംസ് ആണ് ലൈഫ് സ്റ്റൈൽ ഫേംസ്. ഇത് അയാൾക്ക് ഇൻകവും ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ട്രാവൽ ഗൈഡ്സ്, യോഗ ഇൻസ്ട്രക്ടേഴ്സ് ഒക്കെ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒരു ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു കാര്യമല്ലേ അതൊക്കെ. ഈ ഒരു സൂംബ ഡാൻസ് റിലേറ്റ് ചെയ്തിട്ട് ഒരാൾ ഒരു ഓൺലൈൻ എന്താണ് ഒരു സ്റ്റാർട്ടപ്പ് ഫോം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കംസ് അണ്ടർ ഹെഡിങ് ലൈഫ് സ്റ്റൈൽ ഫോംസ്. നെക്സ്റ്റ് ഓൺടർപ്രണറിയൽ ഫോംസ് ആണ്. ബ്രിങ് ന്യൂ പ്രോഡക്ട്സ് ഓർ സർവീസസ് ടു മാർക്കറ്റ്, ഫോക്കസ്ഡ് ഓൺ ഇന്നോവേഷൻ ആൻഡ് ഗ്രോത്ത്. ഇന്നോവേഷൻ, ഗ്രോത്ത്, സസ്റ്റൈനബിലിറ്റി അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പുതിയ പ്രോഡക്ട്സോ സർവീസോ ഒക്കെ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് വരുന്ന ഫോംസ് ആണ് ഓൺടർപ്രണറിയൽ ഫോംസ്. ഇതെല്ലാം സ്റ്റാർട്ടപ്പ് ഫോംസിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, next question. Which one of the following is not the HR audit? താഴെ പറയുന്നതിൽ HR audit അല്ലാത്തത് ഏതാണ്? ഇതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഓപ്ഷൻസ് നോക്കിക്കേ നിങ്ങൾ. ജോബ് ഡിസ്ക്രിപ്ഷൻസ്, റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ, മാൻഡേറ്റഡ് ബെനിഫിറ്റ്സ്, ബാലൻസ്ഡ് സ്കോർ കാർഡ്. അപ്പോൾ ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ബാലൻസ്ഡ് സ്കോർ കാർഡ് ആണ്. ആക്ച്വലി ഓഡ് വൺ ഔട്ട് പിക്ക് ചെയ്താലും മതി നമുക്ക്. HR ആയിട്ട് റിലേറ്റ് ചെയ്ത് വരാത്ത ഒരു കാര്യം ബാലൻസ്ഡ് സ്കോർ കാർഡ് ആണ് അല്ലേ. നോക്കാം നമുക്ക്. In HR audit, an HR audit evaluates HR policies, practices and systems to ensure compliance and efficiency. HR audit എന്നുള്ള ടേം നമുക്കറിയാലോ. അപ്പോൾ HR audit എന്തായിരിക്കും ചെയ്യുന്നത്? HR പോളിസീസിന്റെയും പ്രാക്ടീസസിന്റെയും സിസ്റ്റത്തിന്റെയൊക്കെ ഓഡിറ്റ് ആണ് അവിടെ വരുന്നത്. എന്തിനാണ് ഈ ഒരു HR audit ചെയ്യുന്നത്? കംപ്ലൈൻസും എഫിഷ്യൻസിയും ഒക്കെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്. കോമൺ കമ്പോണൻസ് ഇൻക്ലൂഡ് ജോബ് ഡിസ്ക്രിപ്ഷൻ, റിവ്യൂ ഓഫ് ആക്യുറസി ആൻഡ് റിലവൻസ്. നമ്മുടെ ജോബ് ഡിസ്ക്രിപ്ഷൻസിന്റെ ആക്യുറസിയും റിലവൻസും നമ്മൾ നേരത്തെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു തവണ HR പോളിസീസ്, HR എന്നല്ല ഏത് പോളിസി ആയിക്കോട്ടെ, മാർക്കറ്റിങ്ങോ ഫൈനാൻസിങ്ങോ ഓപ്പറേഷൻസിന്റെ എന്തിൻ്റെങ്കിലുമൊക്കെ പോളിസി ഒരു തവണ നമ്മൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ കൊണ്ടുവരണം. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കണം, അല്ലെങ്കിൽ അങ്ങനത്തെ ചേഞ്ചസ് കൊണ്ടുവരാനും ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോയിൽ അത് റിലവൻ്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ HR ഓഡിറ്റ് വേണം. Then the recruitment and selection evaluates hiring process. Hiring process proper ആയിട്ടാണോ നടക്കുന്നത്, ഇപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് വേണോ, ടെക്നോളജി നമുക്ക് അവിടെ കൊണ്ടുവരാനായിട്ട് പറ്റുമോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ ഓഡിറ്റ് വരുന്നുണ്ട്. മാൻഡേറ്റഡ് ബെനിഫിറ്റ്സ് ചെക്സ് കംപ്ലൈൻസ് വിത്ത് സ്റ്റാറ്റുട്ടറി ബെനിഫിറ്റ്സ്. എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യേണ്ട, നിർബന്ധമായിട്ടും പ്രൊവൈഡ് ചെയ്യേണ്ട സ്റ്റാറ്റുട്ടറി ബെനിഫിറ്റ്സിനെ റിലേറ്റ് ചെയ്തിട്ട് വരുന്ന കാര്യങ്ങൾ ചെക്ക് ചെയ്യാനും HR ഓഡിറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ ഈ ഒരു HR ഓഡിറ്റിന്റെ കോമൺ കമ്പോണൻസ് ആണ്. ഇനി അതിൽ വരാത്ത ബാലൻസ്ഡ് സ്കോർ കാർഡ് എന്താണ്? It is a strategic performance management tool, not an HR audit elements. അപ്പോൾ ഇതൊരു strategic performance management tool ആണ്. It is used for measuring organizational performance from multiple perspectives. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ബാലൻസ്ഡ് സ്കോർ കാർഡ് ആസ് സച്ച് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ളതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പല പെർസ്പെക്റ്റീവിൽ നിന്നാണ് ഈ ഒരു ഓർഗനൈസേഷന്റെ പെർഫോമൻസ് മെഷർ ചെയ്യുന്നത്. ആ 4 കാര്യങ്ങൾ, ആ ഒരു ബാലൻസ്ഡ് സ്കോർ കാർഡിന്റെ 4 ക്വാഡ്രന്റും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഫൈനാൻഷ്യൽ, കസ്റ്റമർ, ഇന്റേണൽ പ്രോസസ്, ലേണിംഗ് ആൻഡ് ഗ്രോത്ത്. ആ പേര് പോലും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഓർത്ത് വെച്ചിരിക്കുക. Here is the next question. Which of the following are the examples of current liability? താഴെ പറയുന്നതിൽ current liabilitiesന് എക്സാമ്പിൾ ഏതൊക്കെയെന്നാണ്. നമ്മുടെ ഓപ്ഷൻസ്: current investments, short time borrowings, bills receivables, bill payables and accrued income. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓഡ് വൺ ഔട്ട് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ച് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ് എന്ന് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ നമുക്കിത് അറിയില്ലെങ്കിൽ പോലും ചെയ്യാൻ പറ്റും. ഇത് ആക്ച്വലി അക്കൗണ്ടിങ്ങിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അറിയാതിരിക്കാനും സാധ്യത കുറവാണ്. നോക്കാം. കറണ്ട് ലൈബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? പെട്ടെന്ന് കൊടുത്തു തീർക്കേണ്ട കടങ്ങൾ. കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന അസറ്റുമാണ് അല്ലേ, അല്ലെങ്കിൽ നമുക്ക് ലോങ് ടൈമിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്ത, ഇപ്പോഴത്തെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കറണ്ട് അസറ്റ്സ്. അപ്പോൾ കറണ്ട് ലൈബിലിറ്റീസ് ഇൻ ദ സെൻസ് പെട്ടെന്ന് കൊടുത്തു തീർക്കേണ്ട ലൈബിലിറ്റീസ് ആണ് കടങ്ങൾ. ഓക്കെ,
കറണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് ഒരു ലൈബിലിറ്റി ആണോ? അല്ല. അപ്പൊ എ എന്തായാലും വരത്തില്ല. അപ്പം ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 4ഉം കട്ട് ചെയ്യാം. ഷോർട്ട് ടൈം ബോറോയിങ്സ് ആണല്ലേ, ഷോർട്ട് ടൈം എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പൊ അതൊരു കറണ്ട് ലൈബിലിറ്റി ആണ്. സോ ബി ഇൻക്ലൂഡ് ചെയ്യും. അപ്പൊ ബി ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരൊറ്റ ആൻസറേ ഉള്ളൂ, ഓപ്ഷൻ 2 ആണ് പറയുന്നത്. അപ്പം ബിൽസ് റിസീവബിൾ അഗെയിൻ ഒരു കറണ്ട് അസറ്റ് ആണ്. ബിൽസ് പേയബിൾ ഒരു കറണ്ട് ലൈബിലിറ്റി ആണ്. അക്രൂഡ് ഇൻകം ഒരു കറണ്ട് അസറ്റ്സ് ആണ്. അപ്പൊ ബിയും ഡിയും ആണ് വരുന്നത്. സോ ഓപ്ഷൻ 2 ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. എക്സ്റ്റെൻഡിങ് ആൻ എക്സിസ്റ്റിംഗ് ബ്രാൻഡ് നെയിം ടു ന്യൂ ഫോംസ്, കളേഴ്സ്, സൈസസ് ഓർ ഫ്ലേവേഴ്സ് ഓഫ് ആൻ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് കാറ്റഗറീസ്. അതായത് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള ഒരു പ്രോഡക്റ്റ് കാറ്റഗറിയിലോട്ട് നമ്മളൊരു പുതിയതല്ല, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് നെയിം നമ്മൾ യൂസ് ചെയ്യുകയാണ്. എന്തിനാണ്? അതിനൊരു പുതിയ ഫോം, കളേഴ്സ്, സൈസസ്, ഫ്ലേവേഴ്സ് അങ്ങനെ എന്തെങ്കിലും ഉള്ള ഒരു കാര്യം നമ്മളൊരു പ്രോഡക്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. ആ ഒരു പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് നമ്മുടെ എക്സിസ്റ്റിംഗ് ബ്രാൻഡ് നെയിം നമ്മൾ യൂസ് ചെയ്യുവാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രോഡക്റ്റ് കാറ്റഗറിയും എക്സിസ്റ്റിംഗ് ആണ്, നമ്മുടെ ബ്രാൻഡ് നെയിമും എക്സിസ്റ്റിംഗ് ആണ്. അപ്പൊ അത് നമ്മളൊരു പുതിയ ഫോമിലോ കളറിലോ സൈസിലോ ഒക്കെ ഉള്ള ഒരു പുതിയ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ഒരു നെയിം യൂസ് ചെയ്യുവാണ്. അതിനെ പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കോ ബ്രാൻഡിംഗ് ആണോ, ലൈൻ എക്സ്റ്റൻഷൻ ആണോ, ബ്രാൻഡ് എക്സ്റ്റൻഷൻ ആണോ, ബ്രാൻഡ് സ്പോൺസർഷിപ്പ് ആണോ? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവിടെ ഒരു എക്സ്റ്റെൻഡിങ്ങിന്റെ ഒരു കാര്യം പറയുന്നുണ്ട് അല്ലേ. അപ്പൊ അതൊരു കോ ബ്രാൻഡിംഗ് ആകാൻ സാധ്യതയില്ല, ബ്രാൻഡ് സ്പോൺസർഷിപ്പും ആകാൻ സാധ്യതയില്ല. പിന്നെ നമ്മുടെ മുന്നിലുള്ള രണ്ട് ഓപ്ഷൻസ് ഇതൊക്കെയാണ്, ലൈൻ എക്സ്റ്റൻഷനും ബ്രാൻഡ് എക്സ്റ്റൻഷനും. അതിലേതെങ്കിലും ഒന്നാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് കാറ്റഗറി എന്ന് പറയുന്നുണ്ട്, എക്സിസ്റ്റിംഗ് ബ്രാൻഡ് നെയിം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് അതിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നത് പുതിയ എന്തെങ്കിലും പ്രത്യേകതകളുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ അതൊരു ലൈൻ എക്സ്റ്റൻഷൻ അല്ലേ, നമ്മുടെ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് ലൈനിലോട്ട് പുതിയൊരു പ്രോഡക്റ്റും കൂടെ നമ്മൾ കൊണ്ടുവരുവാണ്. അപ്പൊ അത് ലൈൻ എക്സ്റ്റൻഷൻ ആണ്, സിമ്പിൾ അല്ലേ. അപ്പോൾ ഇറ്റ് ഈസ് ലൈൻ എക്സ്റ്റൻഷൻ. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ കയ്യിൽ എന്താ പറയണ്ടേ, സോപ്പ് പറയാം. സോപ്പ് ആണ് നമ്മുടെ ഒരു പ്രോഡക്റ്റ് കാറ്റഗറി, നമ്മുടെ ഒരു ലൈൻ ഓഫ് പ്രോഡക്റ്റ് അതാണ്, സോപ്പാണ്. അപ്പൊ ഈ സോപ്പിന്റെ നമ്മുടെ കയ്യിൽ ഡിഫറെന്റ് കളേഴ്സ് ഉണ്ടെന്ന് വിചാരിച്ചു, യെല്ലോ, ദെൻ ഗ്രീൻ, റെഡ്, ഈ 3 കളർ സോപ്പാണ് നമ്മുടെ പ്രോഡക്റ്റ് കാറ്റഗറിനകത്ത് ഉള്ളത്. അപ്പൊ നമ്മൾ ഇപ്പം ബ്രാൻഡ് നെയിം XYZ ആണ്. അപ്പൊ അതേ ബ്രാൻഡ് നെയിമിന്റെ അണ്ടറിൽ നമ്മൾ വൈറ്റ് കളർ സോപ്പും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. വൈറ്റ് കളർ ഇൻ ദ സെൻസ് കളർ വരുമ്പോൾ അതിന്റെ സ്മെല്ലും ഒക്കെ ചേഞ്ച് ആകും, ഫ്രാഗ്രൻസും ഒക്കെ മാറുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവന്ന് നമ്മൾ ആ വൈറ്റ് കളറുള്ള ഒരു സോപ്പും കൂടെ കൊണ്ടുവരുമ്പോൾ ഇറ്റ് ഈസ് ലൈൻ എക്സ്റ്റൻഷൻ. സെയിം സാധനം തന്നെയല്ലേ വരുന്നത്. ബ്രാൻഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല, എക്സിസ്റ്റിംഗ് ബ്രാൻഡ് നെയിം തന്നെയാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ, എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് കാറ്റഗറിയും കൂടെയാണ്. സോ ഇറ്റ് ഈസ് ലൈൻ എക്സ്റ്റൻഷൻ. ഓക്കെ, ഓപ്ഷൻ 2 ഈസ് ദ കറക്റ്റ് ആൻസർ. എന്താണ് ലൈൻ എക്സ്റ്റൻഷൻ? എക്സ്റ്റെൻഡിങ് ആൻ എക്സിസ്റ്റിംഗ് ബ്രാൻഡ് നെയിം ടു ന്യൂ ഫോംസ്, കളേഴ്സ്, സൈസസ്, ഫ്ലേവേഴ്സ് ഓർ ഇൻഗ്രീഡിയൻസ് വിത്തിൻ ദ സെയിം പ്രോഡക്റ്റ് കാറ്റഗറി. ഫോർ എക്സാമ്പിൾ, കൊക്കോകോള ഇൻട്രൊഡ്യൂസിംഗ് ഡയറ്റ് കോക്ക് ഓർ ന്യൂ ഫ്ലേവേഴ്സ് ലൈക്ക് കോക്ക് സീറോ. അതാണ് ആ ഒരു ലൈൻ എക്സ്റ്റൻഷന് എക്സാമ്പിൾ. ഓക്കെ, ഇപ്പൊ നമ്മുടെ ബിസ്ക്കറ്റ് ഒക്കെ നമ്മുടെ മൈൻഡിൽ പെട്ടെന്ന് വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം പെട്ടെന്ന് എന്താ പറയണ്ടേ, മാൽക്കിസ്റ്റിന്റെ ബിസ്ക്കറ്റ്. അപ്പോൾ ആദ്യം ചീസ് കൊണ്ടുവന്നു, അതിന്റെ കൂടെ തന്നെ അഗെയിൻ ചോക്ലേറ്റ് ഫ്ലേവർ കൊണ്ടുവരുവാണ്. ഓറിയോ ആദ്യം വന്നപ്പോൾ എങ്ങനെയായിരുന്നു, ആ ഒരു വാനില ഫ്ലേവർ ആയിരുന്നു, അതിന്റെ കൂടെ അഗെയിൻ ചോക്ലേറ്റ്, സ്ട്രോബെറി, അങ്ങനെ അങ്ങനെ അവർ ആഡ് ചെയ്ത് പോകുന്നില്ലേ. ഇതാണ് ലൈൻ എക്സ്റ്റൻഷൻ. ഓക്കെ, പ്രോഡക്റ്റ് കാറ്റഗറി സെയിം ആണ്, ബ്രാൻഡ് നെയിമും സെയിം ആണ്. ഇനി എന്താണ് ബ്രാൻഡ് എക്സ്റ്റൻഷൻ? യൂസിങ് ആൻ എക്സിസ്റ്റിംഗ് ബ്രാൻഡ് നെയിം ടു എൻ്റർ എ ന്യൂ പ്രോഡക്റ്റ് കാറ്റഗറി. പുതിയ ഒരു പ്രോഡക്റ്റ് കാറ്റഗറിയിലോട്ട് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്രാൻഡ് നെയിം യൂസ് ചെയ്യുന്നതാണ്, ബ്രാൻഡിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. മനസ്സിലായോ? ബ്രാൻഡിന്റെ പേര് പുതിയൊരു പ്രോഡക്റ്റിനും കൂടെ കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഡവ് ഇൻട്രൊഡ്യൂസിങ് ഷാംപൂസ്. ആദ്യം സോപ്പ് വന്നു, അതേ ഡവിന്റെ പേരിൽ ഷാംപൂസ് വന്നു, അത് കഴിഞ്ഞിട്ട് കണ്ടീഷണർ വന്നു. അതാണ് ബ്രാൻഡ് എക്സ്റ്റൻഷൻ. പിന്നെ എന്താണ്, ഫേസ് വാഷ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, എന്നാലും പറയുവാണ്, ഫേസ് വാഷ് വന്നു, ബോഡി ലോഷൻ വന്നു, ഇത് ബ്രാൻഡ് എക്സ്റ്റൻഷൻ ആണ്. ഓക്കെ, അപ്പൊ ലൈൻ എക്സ്റ്റൻഷനും ബ്രാൻഡ് എക്സ്റ്റൻഷനും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ. അപ്പം ഡവിന്റെ സെയിം എക്സാമ്പിൾ നമ്മൾ ലൈൻ എക്സ്റ്റൻഷനിൽ പറയുവാണെന്നുണ്ടെങ്കിൽ ഡവിന് അത് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഡവിന്റെ ആദ്യം എന്ത് വന്നു, ഗ്ലിസറിൻ സോപ്പ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ഇപ്പം പിമ്പിൾസ് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സോപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് ലൈൻ എക്സ്റ്റൻഷൻ ആണ്. ബ്രാൻഡ് എക്സ്റ്റൻഷൻ ആണെന്നുണ്ടെങ്കിൽ പുതിയൊരു പ്രോഡക്റ്റ് കാറ്റഗറിയിലോട്ടായിരിക്കും പോകുന്നത്. അപ്പൊ ബ്രാൻഡിന്റെ പേര് വലുതായിട്ട് വരുമല്ലേ. ഇനി എന്താണ് കോ ബ്രാൻഡിംഗ്? ടു ബ്രാൻഡ്സ് പാർട്ട്ണറിംഗ് ടുഗദർ ടു മാർക്കറ്റ് എ പ്രോഡക്റ്റ് ടുഗദർ. ഒരു പുതിയൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ കൂടുതൽ എന്താണ് അഡ്വർടൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് രണ്ട് ബ്രാൻഡ്സ് പാർട്ട്ണറിംഗ് ചെയ്യുവാണ്, അവർ ഒന്നിച്ച് ചേരുവാണ്. നൈക്ക് പ്ലസ് ആപ്പിൾ, നൈക്ക് പ്ലസ് ഐപോഡ്, അതാണ് കോ ബ്രാൻഡിങ്ങിന്റെ ഒരു എക്സാമ്പിൾ. കോ ബ്രാൻഡിംഗ് എന്ന് വെച്ചാൽ രണ്ട് ബ്രാൻഡുകൾ ചേർന്നിട്ട് ഒരു പ്രോഡക്റ്റിന് ഒന്നിച്ച് നിന്ന് ബ്രാൻഡിംഗ് ചെയ്യുവാണ്. Then brand sponsorship involves strategies like manufacturer's brand, private brand, licensing or co-branding. അപ്പോൾ brand sponsorship എന്ന് വെച്ചാൽ different type of strategies യൂസ് ചെയ്യുന്നുണ്ട്. മാനുഫാക്ചേഴ്സ് ബ്രാൻഡോ പ്രൈവറ്റ് ബ്രാൻഡോ അങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് ബ്രാൻഡിനെ സ്പോൺസർഷിപ്പ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതിനൊന്ന് പുഷ് ചെയ്യുകയാണ്. അതാണ് ബ്രാൻഡ് സ്പോൺസർഷിപ്പ്. ഇതിൽ ആ ഒരു പ്രൈവറ്റ് ബ്രാൻഡ് അഗെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, പലതവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, റെഫർ ചെയ്ത് നോക്കുക. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് ഇതെല്ലാം.
നെക്സ്റ്റ് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക്. ലിസ്റ്റ് 1 ഡിസ്ക്രിപ്ഷനും ലിസ്റ്റ് 2 റിലേറ്റഡ് ടേമും പറയുന്നുണ്ട്. എന്തൊക്കെയാണ് എയിൽ പറയുന്നത്? പ്രോബിലിറ്റി ഓഫ് ബോത്ത് സക്സസ് ആൻഡ് ഫെയിലിയർ റിമെയിൻസ് കോൺസ്റ്റന്റ്. The mean of distribution may be negative or positive. The sum of all probabilities equal to 1. The probability of occurrence of an outcome within a very small time period is very small. Okay. ഇനി ടേംസ് പറയുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് റാൻഡം വാരിയബിൾസ്. നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ആ ഒരു ഏരിയയിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇവിടെ നമുക്ക് ഈസിലി കണ്ടുപിടിക്കാൻ പറ്റുന്നത്, എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? ദ മീൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ മേ ബി നെഗറ്റീവ് ഓർ പോസിറ്റീവ്. ആ ഒരു നമുക്ക് തന്നിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷന്റെ മീൻ കണ്ടുപിടിക്കുന്ന സമയത്ത് ഇറ്റ് മേ ബി നെഗറ്റീവ് ഓർ പോസിറ്റീവ് വാല്യൂ ആയിരിക്കാം. അപ്പൊ B3 ആണ്. അപ്പൊ B3 വരുമ്പോൾ നമുക്ക് ഓപ്ഷൻ 2ഉം 4ഉം എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പോകാൻ പറ്റുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. എന്താണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ? ദ പ്രോബിലിറ്റി ഓഫ് ബോത്ത് സക്സസ് ആൻഡ് ഫെയിലിയർ റിമെയിൻസ് കോൺസ്റ്റന്റ്. സക്സസിന്റെയും ഫെയിലിയറിന്റെയും ആ ഒരു പ്രോബിലിറ്റി എടുക്കുമ്പോൾ, സക്സസ് ആകാനുള്ള അല്ലെങ്കിൽ ഫെയിലിയർ ആകാനുള്ള പ്രോബിലിറ്റി എടുക്കുമ്പോൾ ഇത് കോൺസ്റ്റന്റ് ആയിരിക്കും. അത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ A1 ആണെന്നും കൂടെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ 1 ആണെന്ന് മനസ്സിലാകും. ദെൻ അടുത്തത് നോക്കാം. സി എന്താ പറയുന്നത്? സം ഓഫ് ഓൾ പ്രോബിലിറ്റീസ് ഈക്വൽ ടു 1 ആണ്. ദാറ്റ് ഈസ് റാൻഡം വാരിയബിൾ ആണ് വരുന്നത്. Then the probability of occurrence of an outcome within a very small time period is very small വരുമ്പോൾ it is Poisson distribution ആണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ആൻസറിലോട്ട് എത്തിച്ചേരാൻ പറ്റും. സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് മാച്ച് ദ ഫോളോയിങ്ങിനും അല്ലാതെ ഈ സിമ്പിൾ MCQ റിലേറ്റഡ് ആയിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള രീതിയാണ്. ഇതും അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് നോക്കി വെച്ചിട്ട് പോവാം. Binomial distribution assumes fixed probability of success and failure over repeated trials. Binomial distribution assume ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ എത്ര റിപ്പീറ്റഡ് ആയിട്ട് ട്രയൽ ചെയ്താലും അവിടെ ആ ഒരു സക്സസും ഫെയിലിയറും ആകാനുള്ള പ്രോബബിലിറ്റി ഫിക്സഡ് ആണ്. Then normal distribution is symmetric and centered around the mean, which can be negative or positive. Normal distribution ആകുമ്പോഴത്തേക്കും അത് സിമെട്രിക് ആണ്. ദാറ്റ് മീൻസ് ആ ഒരു മീനിനോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ സെന്റേർഡ് അറൌണ്ട് മീൻ ആണ്. അത് നെഗറ്റീവോ പോസിറ്റീവോ ആകാം. മീനിന്റെ വാല്യൂ നെഗറ്റീവോ പോസിറ്റീവോ ആകാം. For a random variable, the sum or integral of all possible probabilities is equal to 1 ആണ്. Poisson distribution models rare events even over a given time of space interval. പറഞ്ഞ കാര്യം തന്നെയാണ്. Next question. Arrange the steps of designing a distribution logistics system. ഒരു distribution logistics system design ചെയ്യുന്നതിനുള്ള steps proper orderൽ arrange ചെയ്യാനാണ്. Again അങ്ങനത്തെ type of question വന്നിരിക്കുകയാണ്. നോക്കാം. എന്തൊക്കെയാണ്? A. Finding out what the customers and channels want in product delivery. Articulating the distribution objectives and prescribing the minimum service levels to the ensured in product delivery. Optimizing the cost of the system and tackling the cost service tussle. Next, finding out what competitors do. Next, providing for flexibility in the system. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ. ഇത് വേണം നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റും ലാസ്റ്റും കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ അങ്ങനെ ഒന്ന് പോകാൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ABCB ആണ്. A പറയുന്നത് ഫൈൻഡിങ് ഔട്ട് വാട്ട് ദ കസ്റ്റമേഴ്സ് ആൻഡ് ചാനൽസ് വാണ്ട് ഇൻ പ്രോഡക്റ്റ് ഡെലിവറി. അത് സ്റ്റാർട്ടിങ്ങിൽ വരാനുള്ള സാധ്യത കുറവാണ്. നോക്കാം. B പറയുന്നത് ആർട്ടിക്കുലേറ്റിംഗ് ദ ഡിസ്ട്രിബ്യൂഷൻ ഒബ്ജക്റ്റീവ്സ് ആൻഡ് പ്രിസ്ക്രൈബിംഗ് ദ മിനിമം സർവീസ് ലെവൽസ് ടു ബി എൻഷുർഡ് ഇൻ പ്രോഡക്റ്റ് ലെവൽ ഡെലിവറി. അല്ലെ, ഡിസ്ട്രിബ്യൂഷൻ ഒബ്ജക്റ്റീവ്സ് എന്നൊരു വേർഡ് അവിടെ കിടപ്പുണ്ട്. സോ ഇറ്റ് മൈറ്റ് ബി ഫസ്റ്റ് വൺ അല്ലെ. നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഐഡിയ ജനറേഷൻ ഒബ്ജക്റ്റീവ് സെറ്റിംഗ് ഒക്കെ അല്ലേ ആദ്യം വരേണ്ടത്. സോ ബിയിലാണ് നമ്മൾ ആൻസർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ആ റഫ് പേപ്പറിൽ ആദ്യം ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ ബി എന്നുള്ളത് നമ്മൾ എഴുതി വെക്കുവാണ്. ദെൻ നമുക്ക് സെക്കൻഡോ തേർഡോ ഒക്കെ നമ്മൾ വായിച്ച് വരുമ്പോൾ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതിനോട് ചേർത്ത് എഴുതി പോകാം നമുക്ക്. ഇല്ലെങ്കിൽ ആ സ്പേസ് അവിടെ തന്നെ ഇട്ടിരിക്കാം. ഏത് കഴിഞ്ഞിട്ട് ഏത് വരും എന്നുള്ള രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ദെൻ പറയുന്നു ഒപ്റ്റിമൈസിംഗ് ദ കോസ്റ്റ് ഓഫ് ദ സിസ്റ്റം ആൻഡ് ടാക്ലിംഗ് ദ കോസ്റ്റ് സർവീസ് ടസിൽ. നോക്കാം. ദെൻ ഫൈൻഡിങ് ഔട്ട് വാട്ട് കോമ്പറ്റീറ്റേഴ്സ് ഡു. കോമ്പറ്റീറ്റേഴ്സ് എന്താണ് ചെയ്യണം എന്നുള്ളതും പ്രൊവൈഡിങ് ഫോർ ഫ്ലെക്സിബിലിറ്റി ഇൻ ദ സിസ്റ്റം. അപ്പൊ ആ ഡിയും ഇയും കൂടെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ അല്ലേ ലാസ്റ്റ് വരേണ്ടത്. പ്രൊവൈഡിങ് ഫോർ ഫ്ലെക്സിബിലിറ്റി ഇൻ ദ സിസ്റ്റം. സിസ്റ്റത്തിനകത്ത് ഫ്ലെക്സിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് എല്ലാം കഴിഞ്ഞിട്ടാണ്. കാരണം സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ അല്ലേ ആ ഒരു ഫ്ലെക്സിബിലിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ നമ്മുടെ ആൻസർ ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ഇയിലാണ് എൻഡ് ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലായി. അപ്പൊ തന്നെ നമുക്ക് 1ഉം 3യും എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. എന്ത് എളുപ്പമാണ്. പിന്നെ രണ്ടെണ്ണമുള്ള 2 ആൻസറേ അവിടെ വരുന്നുള്ളൂ. അതിൽ നിന്ന് ഒരെണ്ണം നമ്മൾ വെറുതെ കറക്കി കുത്തിയാൽ പോലും നമുക്ക് കറക്റ്റ് ആകാനുള്ള സാധ്യത 50-50 കിടപ്പുണ്ട്. നമുക്ക് നോക്കാം കറക്റ്റ് ആൻസർ. അപ്പം നമ്മൾ പറഞ്ഞു ഡി വരുന്നുണ്ട്. അപ്പൊ ഇക്ക് തൊട്ട് മുന്നേ ഏതാ വരുന്നതെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞല്ലേ. അപ്പം സിയും ഇക്ക് മുന്നേ വന്നിട്ടുള്ള സിയും ഡിയും ആണ്. സി പറയുന്നത് ഒപ്റ്റിമൈസിംഗ് ദ കോസ്റ്റ് ഓഫ് ദ സിസ്റ്റം ആൻഡ് ടാക്ലിംഗ് ദ കോസ്റ്റ് സർവീസ് ടസിലും ഫൈൻഡിങ് ഔട്ട് വാട്ട് ദ കോമ്പറ്റീറ്റേഴ്സ് ഡു.
അപ്പം ഇക്ക് തൊട്ട് മുന്നേ, അപ്പം സി കഴിഞ്ഞിട്ട് വേണം ഡി വരാൻ അല്ലേ. അപ്പൊ ആ ഒരു കോസ്റ്റ് സർവീസ് ടസിലും അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിന്റെ കോസ്റ്റും ഒക്കെ കണ്ടുപിടിച്ചിട്ട് വേണം കോമ്പറ്റീറ്റേഴ്സ് എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്നാൽ മാത്രമായിരിക്കും നമുക്ക് നമ്മുടെ സ്ട്രാറ്റജി പ്രോപ്പർ ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളൂ. സോ ഡിക്ക് മുന്നേ സി വരണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2 ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ എങ്ങനെയാണ് ഓർഡറിൽ വരേണ്ടത്? ഫസ്റ്റ് ബി വരുന്നു. Articulating the distribution objectives and prescribing the minimum service levels to be ensured in product delivery. അത്രയും വലിയൊരു പോയിന്റ് നമ്മൾ ഫുൾ വായിച്ചില്ലെന്നല്ല, നമ്മൾ ഫുൾ അങ്ങനെ തന്നെ എടുക്കണമെന്നില്ല, അതിന്റെ ഫുൾ അർത്ഥം നമ്മൾ എടുക്കണമെന്നില്ല. ഡിസ്ട്രിബ്യൂഷൻ ഒബ്ജക്റ്റീവ്സ് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ബി ആണ് ഫസ്റ്റ് വരേണ്ടത്. ദെൻ ഫൈൻഡിങ് ഔട്ട് വാട്ട് ദ കസ്റ്റമേഴ്സ് ആൻഡ് ചാനൽസ് വാണ്ട് ഇൻ പ്രോഡക്റ്റ് ഡെലിവറി. പ്രോഡക്റ്റ് ഡെലിവറിയിൽ കസ്റ്റമേഴ്സിനും ചാനൽസിനും എന്താണ് വേണ്ടത്? നമ്മുടെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്തു. അടുത്ത് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ പ്രോഡക്റ്റ് ഡെലിവറി, നമ്മുടെ പാർട്ട്നേഴ്സിനും നമ്മുടെ ചാനൽ പാർട്ട്നേഴ്സിനും നമ്മുടെ കസ്റ്റമേഴ്സിനും എന്താണ് വേണ്ടതെന്നുള്ളത്. സോ ബി കഴിഞ്ഞിട്ട് അത് കണ്ടുപിടിക്കാം നമുക്ക്. അപ്പം അപ്പോഴും നമുക്ക് അഗൈൻ 2ഉം 4ഉം ആണ് നമ്മുടെ ഓപ്ഷനിൽ വരുന്നത്. നെക്സ്റ്റ് ഏതായിരിക്കും വരേണ്ടത്? ഒപ്റ്റിമൈസിങ് ദ കോസ്റ്റ് ഓഫ് ദ സിസ്റ്റം ആൻഡ് ടാക്ലിംഗ് ദ കോസ്റ്റ് സർവീസ് ടസിൽ. അങ്ങനെ ആ ഒരു ഒപ്റ്റിമൈസിങ് ദ കോസ്റ്റ് ഓഫ് ദ സിസ്റ്റം അത് റീഡ് ചെയ്താലും നമുക്ക് മതിയായിരിക്കും. സോ ആഫ്റ്റർ എ ഇറ്റ് കംസ് സി. Next it comes finding out what competitors do. Last one is providing for flexibility in the system. So option 2 is the correct answer for this particular question. എങ്ങനെയാണ് നമ്മൾ ആൻസറിലോട്ട് എത്തിയതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് സിംപ്ലി സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അത് നമ്മൾ വെറുതെ CBT ആണ് ഇങ്ങനെ സിസ്റ്റത്തിൽ നോക്കി കഴിഞ്ഞാൽ ബി കഴിഞ്ഞിട്ട് സി ഒരു തവണ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ബി കഴിഞ്ഞിട്ടാണ് സി എന്നുള്ളത്. നമ്മൾ അടുത്ത ഓപ്ഷൻ കണ്ടുപിടിക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും ബി കഴിഞ്ഞിട്ട് സി എന്നുള്ളത് നമ്മുടെ മൈൻഡിൽ നിന്ന് പോകും. അപ്പൊ എപ്പോഴും റഫ് പേപ്പറിൽ ഇങ്ങനെ എഴുതി തന്നെ പോവുക. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ആ ഒരു വേ ആണ്. നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വർക്കൗട്ട് ആവുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് വുഡ് ബി ഹെൽപ്ഫുൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is not the advantage of merger? മെർജറിന്റെ ഒരു അഡ്വാൻറ്റേജ് അല്ലാത്തത് ഏതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ് റിലേറ്റ് ചെയ്തിട്ട് ഐ തിങ്ക് യെസ് 5th മൊഡ്യൂളിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഒരു മെർജറിന്റെ അഡ്വാൻറ്റേജ് അല്ലാത്തത് ഏതെന്നാണ്. ഇൻക്രീസ്ഡ് മാർക്കറ്റ് ഷെയർ, സിനർജി, ഡൈവേഴ്സിഫിക്കേഷൻ, ഇൻക്രീസ്ഡ് കോമ്പറ്റീഷൻ. മെർജർ എന്നൊരു ടേം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാലോ, രണ്ട് ഫേംസ് തമ്മിൽ മെർജ് ചെയ്യുന്നു. സിംപ്ലി അങ്ങനെ തന്നെ ഓർത്ത് വെക്കാനായിട്ട് പറ്റും. അപ്പൊ ആ ഒരു മെർജറിന്റെ അഡ്വാൻറ്റേജ് അല്ലാത്തത് ഏതാണ് എന്നുള്ളത് നോക്കുമ്പോൾ നിങ്ങളൊന്ന് റീഡ് ചെയ്ത് നോക്കിക്കേ. ഇൻക്രീസ്ഡ് മാർക്കറ്റ് ഷെയർ. ഇപ്പം എയും ബിയും രണ്ട് ഫേംസ് ആയിരുന്നു, അവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച് ചേർന്നു. അപ്പൊ എ ബി എന്നുള്ളൊരു കമ്പനിയുടെ മാർക്കറ്റ് ഷെയർ കൂടുമല്ലേ അല്ലെ. സിംപ്ലി അങ്ങനെ തന്നെ നമുക്ക് ലോജിക്കലി തിങ്ക് ചെയ്യാൻ പറ്റത്തില്ലേ. എക്ക് ഒരു 75% വേണ്ട, എക്ക് ഒരു 30% മാർക്കറ്റ് ഷെയർ ഉണ്ടായിരുന്നു, ബിക്ക് ഒരു 20% മാർക്കറ്റ് ഷെയർ ഉണ്ടായിരുന്നു. ഇനി എ പ്ലസ് ബി ആകുമ്പോഴത്തേക്കും അത് രണ്ടും കൂടെ കൂടി 30+25 കിട്ടുമല്ലേ. അപ്പൊ അതിന്റെ ടോട്ടൽ ആ കമ്പനിയുടെ മാർക്കറ്റ് ഷെയർ എന്തായാലും ഇൻക്രീസ് ആകും. സിനർജി, ആ രണ്ട് ഫേംസും തമ്മിലുള്ള കോമ്പറ്റീഷൻ ഒക്കെ മാറിയിട്ട് അവിടെ ഒരു സിനർജി വരുന്നുണ്ട് അല്ലെ. ദെൻ ഡൈവേഴ്സിഫിക്കേഷനും അവിടെ സാധ്യതയുണ്ട്. ഇൻക്രീസ്ഡ് കോമ്പറ്റീഷൻ, എങ്ങനെയാണ് എയും ബിയും കൂടെ തമ്മിൽ മെർജ് ചെയ്യുമ്പോൾ കോമ്പറ്റീഷൻ കൂടുന്നത്? കോമ്പറ്റീഷൻ ആക്ച്വലി കുറയുമല്ലേ. നമ്മുടെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വോഡഫോണും ഐഡിയയും തമ്മിൽ മെർജ് ചെയ്തു, എന്താ അവിടെ സംഭവിക്കുന്നത് ഉള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻ for this particular question. So നമ്മുടെ correct answer increased competition ആണ്. decreased competition ആണ് ആക്ച്വലി വരാനുള്ളത്. ഇനി അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാനും പറ്റത്തില്ല അല്ലേ. കോമ്പറ്റീഷൻ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത് അഡ്വാൻറ്റേജ് അല്ല. അങ്ങനെ ആലോചിച്ച് നോക്കിയാലും നമുക്ക് പെട്ടെന്ന് ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റും. സോ ഓപ്ഷൻ 4 is the correct answer for this particular question. നെക്സ്റ്റ് വൺ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ടൈപ്സും ഡിസ്ക്രിപ്ഷൻ എന്തിന്റെ ടൈപ്സ് ആണെന്ന് നോക്കാം നമുക്ക്. പ്രൈസിങ്ങിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രൈസിങ്ങിന്റെ ടൈപ്സ് ആണ് പറയുന്നത്, അല്ല പ്രൈസിങ്ങിന്റെ പേരാണ് പറയുന്നത്. അതിന്റെ ഡിസ്ക്രിപ്ഷനുമായിട്ട് വേണം നമ്മൾ മാച്ച് ചെയ്യാനായിട്ട്. predatory pricing, descriptive pricing, price unbundling, basing point pricing. എന്തൊക്കെയാണ് ഡിസ്ക്രിപ്ഷൻ പറയുന്നതെന്ന് നോക്കാം. A geographical pricing strategy where seller designates same city and charges all customers the freight cost from the city. ഇനി ഒരു കാര്യം അതിന് മുന്നേ, നമ്മൾ ഈ match the following ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു എയും ബിയും ഒക്കെ ഫുൾ വായിച്ചുകൊണ്ട് നിൽക്കാനുള്ളൊരു സമയം നമ്മൾ ആ ഒരു എക്സാമിന് കിട്ടണമെന്നില്ല. അപ്പൊ നമുക്ക് ആദ്യം ഒരു ലിസ്റ്റ് 1 നമുക്ക് ഫുൾ വായിച്ചു നോക്കാം. ലിസ്റ്റ് 2 നമ്മൾ ഒരു ഓപ്ഷൻ ഫസ്റ്റ് വായിച്ചു, നമ്മൾ 1 വായിച്ചു. ആ 1ഉമായിട്ട് നമ്മൾ വായിച്ചതിൽ ഏതെങ്കിലും നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ നമ്മുടെ മൈൻഡിൽ വരുവാണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ എഴുതി പോവാം. അപ്പൊ നമുക്ക് ഒന്നും കൂടെ വന്ന് അത് വായിച്ചു നോക്കുന്ന സമയം കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ്, where a firm reduces its price with the aim of driving out of competition when customers are misled by price deals offered by companies, pricing each element in the offering so that the price of the total package is raised. അവിടെ കണ്ടോ നിങ്ങൾ ആ ഒരു പ്രൈസിങ് ഈച്ച് എലമെന്റ് ഇൻ ദ ഓഫറിംഗ് സോ ദാറ്റ് ദ പ്രൈസ് ഓഫ് ദ ടോട്ടൽ പാക്കേജ് ഈസ് റൈസ്ഡ്. അവിടെ എന്താ സംഭവിക്കുന്നത്? അൺബണ്ടിലിംഗ് അല്ലേ. ബണ്ടിലിംഗ് ആകുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് ചെയ്യുന്നു, അൺബണ്ടിലിംഗ് ആകുമ്പോഴത്തേക്കും സെപ്പറേറ്റ് ചെയ്യുന്നു. അപ്പം ഡി അല്ല 4 വന്നിട്ട് സി ആണ്.
അപ്പൊ C4 എന്നുള്ളത് നമ്മുടെ ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ 2 ആണ്. ഓപ്ഷൻ 2 ആ ഒരൊറ്റ കാര്യം കണ്ടുപിടിച്ചാൽ തന്നെ നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. ഓപ്ഷൻ 2 is the correct answer. എത്ര സിമ്പിൾ ആണെന്ന് നോക്കിക്കേ. ഇനി നിങ്ങൾക്ക് അതല്ല എളുപ്പം എന്നാണെന്നുണ്ടെങ്കിൽ നോക്കാം നമുക്ക്. പിന്നെ എനിക്ക് തോന്നുന്നു predatory pricing എന്താ ചെയ്യുന്നത്? predatory where a firm reduces its price with the aim of drying out of the competitors. Competition കുറയ്ക്കുക അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിനെ ആ ഒരു വിപണിയിൽ നിന്ന് നിർത്തുക, മാർക്കറ്റിൽ നിന്ന് പുറത്ത് ചാടിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി പ്രൈസ് കുറയ്ക്കുക. അതാണ് predatory, ഇര പിടിക്കാൻ വേണ്ടിയിട്ട്. അതല്ലേ predatory pricing. നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല ചെയ്യുന്നത്. That is predatory pricing. Okay. അപ്പം A2 ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലും നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസറിലോട്ട് എത്താം. കാരണം അവിടെ റെപ്പറ്റീഷനും ഒന്നും വരുന്നില്ല. ഒരൊറ്റ കാര്യത്തിന് A2 എന്നുള്ള ഒരൊറ്റ ഓപ്ഷൻ വരുന്നുള്ളൂ. എത്ര സിമ്പിൾ അല്ലേ? A2. അപ്പോൾ അതായി. Then എന്താണ് descriptive pricing? When consumers are misled by price deals offered by companies. Sorry, descriptive അല്ല, deceptive pricing എന്താണ്? Sorry, ഞാൻ 2-3 തവണ തെറ്റിച്ച് വായിച്ചു. That is deceptive pricing. എന്താണ്? കൺസ്യൂമേഴ്സ് കമ്പനീസ് പറയുന്ന തെറ്റായിട്ടുള്ള ഓഫറുകളിൽ അല്ലെങ്കിൽ പ്രൈസ് ഡീൽസിൽ ചെന്ന് വീഴുന്നതാണ് ഒരു deceptive pricing എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് എന്താണ് ബേസിക് പോയിന്റ് പ്രൈസിംഗ് എന്ന് വെച്ചാൽ a geographical pricing strategy where seller designate same city and charges all customers the freight cost from that city. എല്ലാ കസ്റ്റമേഴ്സിനും ഒരേ പോയിന്റിൽ അല്ലെങ്കിൽ ഒരേ ലെവൽ ഓഫ് പ്രൈസിംഗ് കൊടുക്കുന്നതാണ്. D1 D1 ആണ് ആദ്യം കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ 2 ഓപ്ഷൻ വരും. ബാക്കിയെല്ലാം ഒരെണ്ണം വീതേ വരുന്നുള്ളൂ എന്ന് തോന്നുന്നു. ഓക്കെ, സിമ്പിൾ അല്ലേ ഇതിന്റെ ആൻസർ ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്? ഇതൊന്നും നമുക്ക് അറിയില്ലെങ്കിൽ പോലും ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിട്ടുള്ള ചില കീ ടേംസ് മനസ്സിലാക്കി അതും ഇതുമായിട്ടൊന്ന് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പം നമ്മൾ ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ 4 നമ്മൾ പറഞ്ഞു. പ്രൈസ് ഓഫ് ദ ടോട്ടൽ പാക്കേജ് ഈസ് റൈസ്ഡ്, പ്രൈസിങ് ഈച്ച് എലമെന്റ്, ഓരോ എലമെന്റ്. ഇനി ഒന്നിച്ച് നമ്മൾ എല്ലാത്തിനെയും കൂടെ പ്രൈസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് പ്രൈസ് ബണ്ടിലിംഗ് ആണ്. അതും കൂടെ ഓർത്ത് വെച്ചോണം. അപ്പൊ അതിന് തിരിച്ചാകുമ്പോഴത്തേക്കും അൺബണ്ടിലിംഗ് ആണ്. അപ്പം അങ്ങനെ അതാണ് അതിന്റെ ഒരു കീവേഡ്. Then 3 വരുവാണെന്നുണ്ടെങ്കിൽ കൺസ്യൂമേഴ്സ് ആർ മിസ്ലെഡ്. അപ്പൊ അത് ഡിസെപ്റ്റീവ് അല്ലേ? അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ലിങ്ക് ചെയ്യാനായിട്ട് പറ്റും. കുറേ വഴികളുണ്ട് ചെയ്യാനായിട്ട്. ഇതിൽ നമുക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് ഏതാണോ ആ രീതിയിൽ ചെയ്ത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഓൾമോസ്റ്റ് എല്ലാ സൈക്കിൾസിലും ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കാറുണ്ട്. ഇന്റർനാഷണൽ ട്രേഡ് തിയറീസിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഏത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വേണമെങ്കിലും എടുത്ത് നോക്കിക്കോ, എല്ലാ സൈക്കിൾസിലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഒരിക്കലും ഇത് പഠിക്കാതെ പോകരുത്. കുറേ തിയറീസ് ഉണ്ട്, സിമ്പിൾ ആണ്. നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തിയറീസ് ഒരു സ്റ്റോറി പോലെ ഓർത്തോർത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റും. നമ്മൾ മറന്നു പോവുകയില്ല. നോക്കി, The Leontief paradox is in contradiction of which of the following theory? ഇങ്ങനെ തന്നെ ഈ ഒരു കോൺട്രഡിക്ഷൻ വെച്ചിട്ട് തന്നെ കുറേ തിയറീസ് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ലിയോണ്ടിഫ് പാരഡോക്സ് ഏത് തിയറിയോ ആയിട്ടാണ് കോൺട്രഡിക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഓർഡർ പഠിക്കുമ്പോൾ ഒരു ഫാക്ടർ എൻഡോമെന്റ് തിയറി നമ്മൾ പഠിക്കുന്നു. അത് അടുത്ത് ലിയോണ്ടിഫ് പാരഡോക്സ് പറയുമ്പോൾ പാരഡോക്സ് എന്നൊരു വേർഡ് അവിടെ കിടപ്പില്ലേ? അപ്പൊ തന്നെ നമ്മൾ അതിനെ ലിങ്ക് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. അവിടെ അങ്ങനെയാണ്, ഇവിടെ അങ്ങനെയല്ല, നേരെ ഓപ്പോസിറ്റ് ആണ് പറയുന്നത് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ തിയറീസ് പഠിക്കുമ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ നമ്മൾ തിയറീസ് ലിങ്ക് ചെയ്ത് ഒരു സ്റ്റോറി പോലെ ഇങ്ങനെ അടുപ്പിച്ച് പഠിച്ചു വെക്കുകയാണ്, നമ്മുടേതായിട്ടുള്ള സ്വന്തം രീതിയിൽ പഠിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സിമ്പിൾ ആണ് ഓർത്ത് വെക്കാനായിട്ട്. എല്ലാ തിയറീസും കൂടെ ഒന്നിച്ച് കാണുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ ഇത് എങ്ങനെ ഓർത്ത് വെക്കും, എങ്ങനെ പഠിക്കും എന്നുള്ളതൊക്കെ. പക്ഷെ നമ്മുടെ നമുക്ക് സ്വന്തമായിട്ടൊരു ട്രിക്ക് നമ്മൾ കണ്ടിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി സിമ്പിൾ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നോക്കാം നമുക്ക് എന്താണ് ഈ ഒരു ഫാക്ടർ എൻഡോമെന്റ് തിയറിയും ലിയോണ്ടിഫ് പാരഡോക്സും എന്നൊക്കെ നോക്കാം. Leontief paradox proposed by Vasily Leontief is based on an empirical test of the Heckscher-Ohlin theory, which is also called the factor endowment theory. അപ്പോൾ എന്താണ് factor endowment theory എന്ന് മനസ്സിലാക്കിയാലായിരിക്കും നമുക്ക് Leontief paradox theory മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ Heckscher-Ohlinന്റെ theory ആണ് ഈ ഒരു factor endowment. ആ പേരുകളൊക്കെ ഇപ്പോൾ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. ഈ ഒരു factor endowment theory പ്രപ്പോസ് ചെയ്തത് Heckscher-Ohlin ആണ്. അതിനെ HO theory അല്ലെങ്കിൽ Heckscher-Ohlin theory എന്നും പറയാറുണ്ട്. എന്താണ് ആ ഒരു factor endowment theory പറയുന്നത്? It states that a country will export goods that use its abundant factors intensively and import goods that use its scarce factors intensively. അപ്പോൾ Heckscher-Ohlin theory അല്ലെങ്കിൽ factor endowment പേര് തന്നെയുണ്ട്. factor endowment theory പറയുന്നത് ഒരു കൺട്രി, ആ കൺട്രിയിൽ ഏറ്റവും കൂടുതൽ റിസോഴ്സസ് ഉള്ളത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫാക്ടേഴ്സ് ഉള്ളത് ഏതാണോ അല്ലെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് ഏതാണോ അത് എന്ത് ചെയ്യുന്നു, ആ കമ്പനി എക്സ്പോർട്ട് ചെയ്യുന്നു. ഇനി ഏതായിരിക്കും ഇമ്പോർട്ട് ചെയ്യുന്നത്? സ്കേഴ്സ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉള്ളത് ഏതാണോ അത് വെച്ചിട്ടാണ്
അത് വെച്ചിട്ടല്ല, അത് യൂസ് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സോ സർവീസസ് ഇമ്പോർട്ട് ചെയ്യുന്നു. സിമ്പിൾ അല്ലേ? അതായത് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് ഹ്യൂമൻ റിസോഴ്സസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സ് എന്ന് വെച്ചാൽ ഈ ഒരു ഹ്യൂമൻ റിസോഴ്സസിന് യൂസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസിന്റെ സ്കിൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഗുഡ്സ് ആണ് നമ്മൾ കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് എന്താണോ കുറവ്, നമ്മൾ ഏത് ഫാക്ടർ ആണോ ഇവിടെ കുറവ്, അത് വേണ്ട ഗുഡ്സ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു. സിമ്പിൾ. According to this, since the USA was capital abundant, it should export capital intensive goods and import labor intensive goods. Okay. അപ്പം USA നമുക്കറിയാം, അമേരിക്ക എന്ന് വെച്ചാൽ അവിടെ ഭയങ്കര capital abundant ആയിട്ടുള്ള ഒരു country ആണ് അല്ലേ? അങ്ങനെ വരുമ്പോൾ അവരെന്താ ശരിക്കും ചെയ്യേണ്ടത്? അവർ capital intensive ആയിട്ടുള്ള goods export ചെയ്യണം, labor intensive ആയിട്ടുള്ള goods import ചെയ്യണം. അതാണ് factor endowment theory പറയുന്നത്. ഇനി എന്താണ് ലിയോണ്ടിക് പാരഡോക്സ്? അവരുടെ പേര് തന്നെ പറയുമ്പോൾ അവിടെ ഒരു ഓപ്പോസിഷൻ വരുന്നുണ്ട്. Leontief found the opposite. The USA was exporting labor intensive goods and importing capital intensive goods. പക്ഷേ ശരിക്കും USA എന്താണ് ചെയ്യുന്നത്? അവർ ചെയ്യുന്നത് ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള ഗുഡ്സ് അവർ എക്സ്പോർട്ട് ചെയ്യുന്നു, ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള ഗുഡ്സ് അവർ ഇമ്പോർട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് പാരഡോക്സ്. മനസ്സിലായോ? അപ്പൊ എന്താണോ ഫാക്ടർ എൻഡോമെന്റ് തിയറിയിൽ ഹെക്ടർ ഓഹ്ലിൻ പറഞ്ഞത്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ശരിക്കും നടക്കുന്നത്. അത് യുഎസിനെ കോട്ട് ചെയ്തിട്ട് ഈ ആരാണ് വാസ്ലി ലിയോണ്ടിഫ് പറഞ്ഞിരിക്കുകയാണ്. ആ തിയറിന്റെ പേരാണ് ലിയോണ്ടിഫ് പാരഡോക്സ് തിയറി. എന്തുകൊണ്ടാണ് ആ ഒരു പേര് വന്നതും ആ പാരഡോക്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഫാക്ടർ എൻഡോമെന്റ് തിയറിയിൽ പറയുന്നത് ഒരു കൺട്രിയിൽ അബൻഡന്റ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ ഉള്ള റിസോഴ്സസ് യൂസ് ചെയ്തിട്ടുള്ള ഗുഡ്സും സർവീസസും ഒക്കെ അവർ എക്സ്പോർട്ട് ചെയ്യുന്നു. നേരെ ഓപ്പോസിറ്റ് സ്കൈസ് ഫാക്ടേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ഇമ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ശരിക്കും USA നടക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ്. ഇതാണ് ലിയോണ്ടിഫ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുവാണ് നമ്മൾ. താങ്ക് യു സോ മച്ച്. ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നെങ്കിലോ ഫർദർ എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, നമുക്ക് ഡിസ്കസ് ചെയ്യാം. നോ ഇഷ്യൂസ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. അടുത്ത 10 ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.